ഹായ് ഓൾ, ഈ കാണുന്നത് കോയമ്പത്തൂരുള്ള ലക്ഷ്മി മിൽസിലെ മിനിസോയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ പറയാനില്ല, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മിനിസിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, പറയാനില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഗേൾസിനെ ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നു. ഫുള്ള് എന്താ പറയുക, പിങ്ക് ഷെയ്ഡിലാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വിലക്കുറവൊന്നുമല്ല, പിന്നെ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്. അപ്പം ഞാൻ കുറച്ചധികം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റീരിയറും അതിൻ്റെ പെയിൻറ്റിങ്ങും സാധനങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ തോന്നില്ല. ഇനി ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ മിനിസോ എന്ന് പറയുന്നത് ലക്ഷ്മി മിൽസിൽ നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ എന്താ പറയുക ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. മിനിസോ, എന്താ പറയുക, സ്റ്റുഡിയോ, മാക്സ്, വെസ്റ്റ് സൈഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളത്തെ ലുലുവിൽ പോയിട്ട് ഇപ്പോൾ പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം അവിടെയൊക്കെ ലുലു ഉണ്ട്. ഏകദേശം ഒരേപോലെ തന്നെയാണ് ടെക്സ്ചറും ഔട്ട് സൈഡ് ലുക്കും ഇൻസൈഡും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ കോയമ്പത്തൂരത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലാണെന്നേ ഞങ്ങൾക്ക് തോന്നിയില്ല. അവിടെ നിന്ന് ഇറങ്ങി പോരാനും തോന്നുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇൻറ്റീരിയറും ആർക്കിടെക്ചറും ഒക്കെ വളരെ മനോഹരമാണ്. നമ്മുടെ സാധാരണ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെയൊന്നുമല്ല. ഒരു വലിയൊരു കോമ്പൗണ്ടിൽ പല ഇതിലായിട്ടാണ്. അതും നമ്മൾ എന്താ പറയുക, യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകൂലേ, ആ ഒരു ഫീലായിരുന്നു അവിടെ. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ആഫ്റ്റർനൂണാണ് അവിടെ എത്തിയത്. ഈവനിങ് ആയപ്പോൾ തിരക്കായി തുടങ്ങുന്നുണ്ടായിരുന്നു. കാരണം ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫർ എടുക്കുകയായിരുന്നു 50%. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിനും ഓഫറായിരുന്നു തോന്നുന്നു. മിനിസോയിൽ ഓഫർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വൈകുന്നേരം ഈവനിങ് ആയപ്പോഴേക്കും തിരക്കായി. അപ്പോൾ ഞങ്ങളവിടെ ചുറ്റി മൊത്തം കണ്ട്. ഞാൻ അതിൻ്റെ ട്രാവൽ വ്ലോഗ് ഇട്ടിട്ടുണ്ട്, കോയമ്പത്തൂർ എന്താ ലുലു എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പം ഞാൻ അവിടുത്തെ മിനിസോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കുറേ ദിവസമായിട്ട് മിനിസോയിൽ പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഹെയർ ബ്രഷൊക്കെ മിനിസോ എന്നാണ് വാങ്ങാറ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഈ കിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് ഈ മിററാണ്. മിറർ എൻ്റെ കേടായിപ്പോയി. അപ്പം ഞാൻ മിറർ വാങ്ങിച്ചു. മിറർ പൊട്ടിച്ചിട്ടുള്ള ഞാൻ. ഇതൊരു സ്റ്റാൻഡ് മിററാണ് കേട്ടോ. എത്ര റേറ്റ് വരുന്നത്? 300 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നമ്മളിവിടെ കൊച്ചിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മിനിസോയുടെ സാധനങ്ങൾ ഇഷ്ടം. ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ കിട്ടി വരുന്നത് മിനിസോൻ്റെ. പക്ഷേ ഇപ്പം മിനിസോൻ്റെ ആമസോണിൽ കിട്ടുന്നുണ്ട്, പക്ഷേ പ്രൊഡക്റ്റ് ഒന്നും അധികം കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് മിറർ. ഇറ്റ്സ് നൈസ്, കൊള്ളാം. ഇതാണ് മിറർ വരുന്നത്. ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു മിററാണ്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ഉള്ള മിററാണ്. 300 രൂപയാണ് കേട്ടോ ഇതിന്. നമുക്ക് എന്താ പറയുക, ഫേസ് ഷേവ് ചെയ്യുമ്പോഴും മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴും വളരെ ഹെൽപ്ഫുള്ളാണല്ലോ. അപ്പോൾ എനിക്കിവിടെ എൻ്റെ സൈഡിലുള്ളത് ഒരു വലിയ മിററാണ്. അതിൽ എപ്പോഴും പുറത്തെ പൊടി ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊടി കയറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചതെന്ന് പറയുന്നത് എടുക്കാനാണ് പാട്. ഇത് 2 ബാസ്ക്കറ്റ് നമ്മൾ ഓർഗനൈസറാണ്. ഇതിന് റേറ്റ് 200 രൂപയാണ്. ആക്ച്വലി ഞാനിത് 2 എണ്ണത്തിന് 200 എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഒരെണ്ണത്തിന് 200 ആയിരുന്നു എന്നുള്ളത് ഞാൻ ബില്ലടിച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് 200 രൂപയാണ് ഒരു ബാസ്ക്കറ്റിന്. നല്ല ബാസ്ക്കറ്റാണ് കേട്ടോ. ഞാൻ കൊള്ളാം. ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ കാര്യങ്ങൾ കുറവാണ്. അപ്പം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു എന്നുള്ളൂ. പിന്നെ ഒരു പൗച്ച്. ഇതൊരു പൗച്ചാണ്, ലാവണ്ടർ ഷെയ്ഡിലുള്ളൊരു പൗച്ചാണ്. അത്യാവശ്യം വലിയൊരു പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൗച്ചിൻ്റെ ഉള്ളിൽ വരുന്നത്. മേക്കപ്പ് പൗച്ച് എൻ്റെ ഉള്ളത് 2-3 എണ്ണം കേടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വേറൊരെണ്ണം വാങ്ങാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിന് 500 രൂപയുണ്ട് കേട്ടോ. 500 രൂപയ്ക്ക് വാങ്ങണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. വെസ്റ്റ് സൈഡിൽ ഓഫറിൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഈ പൗച്ച് ഞാൻ വാങ്ങിച്ചു. ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ സോപ്പ്, എന്തിൻ്റെ സോപ്പാണ്, മറ്റേ
സൺ ടാൻ അടിക്കുന്നതിന് ഒരു സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാര്യമായി മാറ്റമൊന്നുമില്ല, എന്നാലും ഞാനത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ സോപ്പും പെട്ടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഈ ഒരു സോപ്പും പെട്ടി ഞാൻ വാങ്ങിച്ചു. 90 റുപ്പീസ് കാണുന്നുണ്ടാവായിരിക്കും, 90 റുപ്പീസ്. പുറത്തുനിന്നുള്ള സൺലൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ്. പിന്നേന്ന് പറയുന്നത് ഇതൊരു ക്യൂട്ട് വാലറ്റ്. നോക്കി, നല്ല ഭംഗിയുണ്ട് വാലറ്റ്. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ഇതെടുത്തത് ബ്രൗൺ എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ സൈഡ് പൗച്ച്, ഇങ്ങനെ ഉള്ളിൽ കോയിനൊക്കെ ഇടാം. നിങ്ങൾക്ക് ലോങ് ട്രാവലിനൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ ഇതാണ്, പേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് കൊണ്ടടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് റേറ്റ് എത്രയാണാവും? റേറ്റ് 600 രൂപ. സത്യത്തിൽ ഞാനിതൊന്നും വില നോക്കാണ്ട് എടുത്തത്. ബില്ല് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയതുകൊണ്ട് സത്യം. ഒരു ആവേശം വരും. ഞാൻ വീഡിയോ ഇടാം മിനിസോ എങ്ങനെ കാണുന്നത് എങ്ങനെയുണ്ട്. ഒരു ഫുള്ള് കംപ്ലീറ്റ്ലി പിങ്ക് മയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു സെക്ഷൻ തന്നെ പിങ്ക് കളറിലുണ്ട്. അപ്പം ഞാൻ ആ ആവേശത്തിൽ കുറേ അങ്ങോട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെസ്റ്റ് സൈഡിൽ പോയിട്ട് എനിക്ക് ഹെയർ ബാൻഡ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നുള്ളത്. അപ്പം ഇതൊരു ക്യൂട്ട് ഹെയർ ബാൻഡ്സ് ആണ്, 3 എണ്ണം ഉണ്ട്. കൊള്ളാട്ടോ, 3 കളറിൽ 170 രൂപ ഇത് വരുന്നത്. അപ്പം ഞാൻ ഇതൊരെണ്ണം എടുത്തു. പിന്നെ ടിഷ്യൂ പേപ്പർ. ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ടിഷ്യൂ പേപ്പർ ക്യാരി ചെയ്യും, എപ്പോഴും ആവശ്യം വരുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം ഞാനൊരു അലർജിക് പേഴ്സൺ ആണ്. അപ്പോൾ എപ്പോഴാണ് അലർജി വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ടിഷ്യൂ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചു. ഇത് ഞാൻ ഓൺലൈനിലാണ് സാധാരണ വാങ്ങാറ്, പക്ഷേ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. ആമസോണിൽ കാണാനില്ല. ഇതിൻ്റെ റേറ്റ് 190 രൂപ. ഇതാണ് കേട്ടോ സെറ്റ്. ഇത് വേറൊരു കൈൻഡ് ഓഫ് ഇതിലായിരുന്നു, ഇപ്പം അതിൻ്റെ ഡിസൈനൊക്കെ മാറി. അപ്പം ഞാൻ ഇത് അത്യാവശ്യമുള്ളതുകൊണ്ട് ഇത് വാങ്ങിച്ചു. പിന്നെ ഇത് മിറർ ബ്രഷാണ്. ഇതിൻ്റെ റേറ്റ് 190 രൂപയാണ്. ഇങ്ങനെയാണ് വരുന്നത്. മിറർ ബ്രഷ് 190 റേറ്റ് വരുന്നത്. 190 കുഴപ്പമൊന്നുമില്ല, ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബ്രഷ് ഉണ്ട്. ഇത് വെച്ച് എങ്ങനെ ഈരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ബ്രഷ് എങ്ങനെ യൂസ് ചെയ്യും? ഇങ്ങനെ കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. ഇതിന് നെക്കും ഇതിന് ബ്രഷ് വരും, അത് വെച്ചിട്ട് നമുക്ക് കോംബ് ചെയ്യാം. ഇറ്റ്സ് നൈസ്. 190 രൂപയ്ക്ക് കുഴപ്പമില്ല. ഇത് ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. മിററും അത്യാവശ്യം നല്ല മിററാണ്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു ബാഗിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൊള്ളാം കേട്ടോ. ഇതിന് വേറെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു പിങ്കിൻ്റെ തന്നെ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചൊരു പിങ്ക് ഷെയ്ഡ് എടുത്തതാണ്. അപ്പം ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഹെയർ ബ്രഷ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് ഹെയർ ബ്രഷ്. ഇതിന് റേറ്റ് 230 അപ്പോൾ ഞാൻ ഹെയർ ബ്രഷ് എൻ്റെ അടുത്ത് ഒക്കെ കേടായി, ചീത്തായി. അതാണ് ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ക്യൂട്ട് ബാഗിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പോക്കിമാൻ്റെ യെല്ലോ കളറാണിത്. നല്ല രസമുണ്ട് പോക്കിമാൻ. ഇതൊരെണ്ണം വാങ്ങിച്ചു. ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഇതിന് 300 രൂപ. ഇതാകെ 200 ഉള്ളൂ, ഇത് 300 രൂപയാണ്. സത്യത്തിന് ഞാനിതൊന്നും റേറ്റ് നോക്കിയില്ല കേട്ടോ. എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. പിന്നൊരു ഇതൊരു ചെറുത് തന്നെയാണ്. ഇത് ഞാൻ കാറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാറിൽ പോകുമ്പോൾ ചില നേരത്ത് എടുക്കാൻ മറന്നു തിരക്കിന് കയറും. അപ്പോൾ കാറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച ബ്രഷാണ്. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെക്സ്ചറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, ഗോൾഡല്ല, എന്ത് ഗോൾഡാണ് പറയുക, റോസ് ഗോൾഡ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇത് വാങ്ങിച്ചു. അങ്ങനെ 3 ബ്രഷ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. കിട്ടിയ അവസരം ഞാൻ പാഴാക്കിയില്ല. പിന്നെ നോസ് സ്ട്രിപ്സ് ഞാൻ എന്താ പറയുക, ആമസോണിൽ നിന്ന് വാങ്ങാറുണ്ട്, നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എന്തായാലും കയറിയതല്ലേ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചു. ഇത് 170 രൂപ. 170 രൂപയുടെ. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല, 10 സ്ട്രിപ്പ് ഉണ്ടെന്നാണ് ഉള്ളത്. 170 രൂപ. പിന്നെ ഇതെന്താ ഞാൻ വാങ്ങിച്ചത്? കീ ചെയിൻ. ഇത് കീ ചെയിനാണ് കേട്ടോ. പക്ഷെ ഞാനിത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിന് 360 രൂപയാണ്. ഞാൻ തന്നെ ഇതെങ്ങനെ പൊട്ടിക്കണേന്നൊരു പിടുത്തം കിട്ടണില്ല. കീ ചെയിൻ ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കീ ചെയിൻ. ഇതൊന്ന് പൊട്ടിക്കാൻ
ഇതെനിക്ക് തോന്നുന്നു മിറർ കീ ചെയിൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ പൊട്ടിക്കണ്ടേന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാണാനുള്ളൊരു ആവേശം കൊണ്ട് ഞാനിങ്ങനെ കീറിക്കൊണ്ടിരിക്കുക. മിനിസോ എനിക്കൊരു എന്താ പറയുക, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പനമ്പള്ളി നഗറിൽ പുതിയ മിനിസോ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ എറണാകുളത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു എന്താ ചപ്പിളി കീറി പറ്റുന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് കീ ചെയിൻ വരുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. ബാക്ക് സ്റ്റിച്ച ഡിസ്നി. ഇതിൻ്റെ ഉള്ളിൽ മിറർ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ മിററും ഒരു വലിയ മിററായിട്ട്. ഇത് കൊള്ളാം. പക്ഷെ ഞാനിതിൽ എന്തിൽ കീ ചെയിൻ എടുത്താക്കി ഇടും എന്നുള്ളത് മാത്രം എനിക്കൊരു പിടുത്തമില്ല. ഇതൊരു ആവശ്യമില്ലാതെ വാങ്ങിച്ചതാണ് ഞാൻ. എനിക്കെന്നെ അറിയില്ല, ചില നേരത്തെ ഞാൻ ചെയ്ത് കൂട്ടണമെന്ന് എനിക്കെന്നെ അറിയാത്ത അവസ്ഥയില്ല. പിന്നെ ഇതും ഹെയർ ബാൻഡ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ബാൻഡ്സ് എൻ്റെ എല്ലാം ഇപ്പോൾ തലയിലിട്ടിരിക്കുന്നതായാലും കളറ് പോയി തുടങ്ങി. അപ്പോൾ ഇതൊരു 5 കണ്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 230. ആക്ച്വലി മിനിസോയിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്, കുഞ്ഞു സാധനങ്ങളാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ അല്ല, മിനിസോയിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ വീണ്ടും ഞാനൊരു ഹെയർ ടൈ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 90 രൂപ ഉള്ളൂ. ഇത് ബ്ലാക്കാണ്. എനിക്ക് ബാഗിലൊക്കെ എല്ലായിടത്തൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ ബാഗിലിടാനും വേണ്ടിയിട്ടും കൂടിയാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു ക്ലിപ്പ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കളറ്. എനിക്കറിയാമല്ലോ, പീച്ച് ഷെയ്ഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനത്തെയൊക്കെ എടുക്കുന്നത്. പിന്നെ യെല്ലോ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടവും. ഇതിൻ്റെ റേറ്റ് 100 രൂപ. ഈ സാധനത്തിന് 100 രൂപ. പിന്നെ 2 നെയിൽ പോളിഷ്. ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, 2 നെയിൽ പോളിഷ്. ഒന്ന് ലാവൻഡർ, പിന്നെ ഒന്ന് യെല്ലോ ഷെയ്ഡ്. ഇതെന്താ, വൈബ്രൻറ്റ് ഹ്യൂസ്. അതെല്ലാം വൈബ്രൻറ്റ് ഹ്യൂസ് തന്നെ എഴുതിയിട്ടേക്കണത്. ഷെയ്ഡ് ഇതിൽ എഴുതിയിട്ടില്ല, നമ്മൾ ഷെയ്ഡൊന്നും കാണുന്നില്ല. ഇതിലുണ്ട് കേട്ടോ. ഇത് മസ്റ്റഡ് യെല്ലോ. ഇതെന്ന് പറയുന്നത് മസ്റ്റഡ് യെല്ലോൻ്റെ കളറാണ്. ഇട്ട് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് കൂൾ പിങ്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ കാല് കുറച്ച് ഡാർക്കാണ്. എൻ്റെ ഡസ്കി സ്കിൻ ആണല്ലോ, അപ്പോൾ പിന്നെ കാല് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സ് ഇടുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ടാവുമല്ലോ. ഇത് എനിക്ക് ഒരെണ്ണത്തിന് 70 രൂപ എങ്ങാണ്ടാണ്. എങ്ങനെയുണ്ടെന്നല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയാണ് എൻ്റെ മിനിസോല എന്താ പറയുക പർച്ചേസിങ് വീഡിയോ. ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല. എൻ്റെ പൈസ മൊത്തം പൊട്ടിപ്പോയി. ഇതൊക്കെ ഇനി എന്താ പറയുക, പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല ഇതൊക്കെ എന്തിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ട്രാവൽ വ്ളോഗ്, ലുലുവിൽ പോയത്, കോയമ്പത്തൂർ പോയത്തെ വിശേഷമൊക്കെ ഞാൻ അതിലിടാം. അപ്പോൾ ഓക്കെ.